ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 3 പേർ കൂടി പിടിയിലായി. എസ്എഫ്ഐ പ്രവർത്തകരായ അശ്വിൻ, സാംസൺ, സനൽ എന്നിവരാണ് പിടിയിലായത്. ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 11 ആയി. ജാമ്യമില്ലാ വകുപ്പുകളാണ് പിടിയിലായ 11 പേർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിക്കൽ, കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയവയാണ് വകുപ്പുകൾ. കേസിലെ മുഖ്യപ്രതി നിധിൻ പുല്ലനെ 23-ന് ഒല്ലൂരിൽ നിന്നും പിടികൂടിയിരുന്നു. നിധിൻ പുല്ലൻ ഉൾപ്പെടെ നേരത്തെ പിടിയിലായ 8 പേരും റിമാൻഡിലാണ്. കഴിഞ്ഞ 22-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന SFIയുടെ വിജയാഹ്ലാദത്തിന് ശേഷം ഹെൽമറ്റില്ലാതെ യാത്ര ചെയ്തതിന് പോലീസ് പിഴയടപ്പിച്ചിരുന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിലാണ് നിധിൻ പുല്ലന്റെ നേതൃത്വത്തിലുള്ള SFI DYFI പ്രവർത്തകർ പോലീസ് ജീപ്പ് തകർത്തത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് SFI ABVP തർക്കം നിലനിന്നിരുന്നു. ഇരു കൂട്ടരുടെയും ബാനറുകളും കൊടിതോരണങ്ങളും പോലീസ് നീക്കം ചെയ്തിരുന്നു. ഇതും പോലീസിന് നേരെയുണ്ടായ ആക്രമണത്തിന് പ്രകോപനമായി. അമൃത ന്യൂസ്, തൃശൂർ.